Hello everyone and welcome back to my channel. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഈന്തപ്പഴത്തിൻ്റെ ഫ്രൈ ചെയ്താലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴവും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്നട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഏത്തക്കാപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഒന്ന് ആക്കിയെടുക്കുക. നമുക്കിത് ഈന്തപ്പഴം ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈന്തപ്പഴത്തിനകത്തെ കുരുവൊക്കെ ഒന്ന് മാറ്റി എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് റിമൂവ് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിനുശേഷം നമ്മളിപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന ഈന്തപ്പഴം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഡേറ്റ്സും അതേപോലെ ഒന്ന് നട്ട്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഈന്തപ്പഴവും നട്ട്സും കൂടെ നന്നായിട്ട് മൈദയുടെ ബാറ്ററിലൊന്ന് കോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്യണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ ഈന്തപ്പഴം നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നോർമലി നമ്മൾ മൈദയുടെ ബാറ്ററിലാണ് നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. ഇതിപ്പം ബ്രെഡ് ക്രംസൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ ഓരോന്നും എടുത്തിട്ട് കൊടുത്ത് നമ്മളിപ്പോൾ കോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.